മനസ്സിലായില്ല. മനുവിന്റെ ഫ്രണ്ടാ. ഫ്രണ്ട് എന്ന് വെച്ചാ കോളേജിൽ ഒത്തു പഠിച്ചവരാണോ അതോ? അതെ, കോളേജ് മെറ്റ്. ഓ, വരൂ. ഇരിക്ക. മനു ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. തിരക്കൊന്നുമില്ലല്ലോ? പോയിട്ട് കാര്യമുണ്ടായിരുന്നു. മനുവിനെ കാണുകയും വേണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. മനു എപ്പോ വരും? അവൻ എപ്പോ വരുമെന്നോ എവിടെ പോയതാണെന്നോ ആർക്കും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, എനിക്ക് പോലും. ഞാനിവിടെ പെട്ടിയും കിടക്കും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. ഊട്ടി വരെ പോണം, കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാൻ. അവൻ വന്ന് വീട് പൂട്ടി താക്കോൽ കൊടുത്തിട്ട് വേണം പോവാൻ. അത്യാവശ്യമായിട്ട് കാണണമായിരുന്നു. ഇനിയിപ്പോ മനു വരുമ്പോ ഗോപൻ വന്നിരുന്നു പറഞ്ഞാൽ മതി. കുവൈറ്റിൽ പോയ ഗോപൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഗൾഫിലായിരുന്നല്ലേ? അതെ, വന്നിട്ട് 2 ദിവസമേ ആയുള്ളൂ. ഞാൻ പോയിട്ട് പിന്നീട് ഒരു ദിവസം വരാം. ശരി. അപ്പോഴേ വഴിയിലെങ്ങാണ് അബദ്ധവശാൽ അവനെ കണ്ട ഞാൻ ഒരുത്തിന് ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞേക്കണം. ഓക്കെ. അപ്പോയിന്റ്മെന്റ് ഓർഡർ. അപ്പോയിന്റ്മെന്റ് ഓർഡർ. തിങ്കളാഴ്ച ജോയിൻ ചെയ്യേണ്ടതാ. സമയത്ത് എന്നെ ചെല്ലണം. കൃത്യനിഷ്ഠ. യോ എന്റെ അമ്മേ. ഇതാ വീട്. വേഗം ഇറങ്ങി, ഞാൻ ആ ഓടിയ പാർട്ടി ഒന്ന് പിടിക്കട്ടെ. ഇപ്പൊ വരെ. Appointed as stenographer to join under the given conditions. അറിയാം. ആരാ വെങ്കടി? വെങ്കടി 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 അവന് ഹലോ. അയ്യോ ഭാഗ്യം പോയി. അയ്യോ. എന്റെ വലിയ സാറേ, എന്നെ ഒന്നും ചെയ്യരുത്. താനെന്തിനാ ഓടിയേ? സാറെന്തിനാ എന്നെ ഓടിച്ചേ? എന്റെ 5 പൈസ ഇല്ല. ബ്ലേഡ് കമ്പനി കോരാ സാറിന്റെ പുള്ളിയാ കംപ്ലീറ്റ് കാശും കൊണ്ട് മുങ്ങി. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ നിരപരാധിയാണ് സാറേ. തന്നെ കുറച്ച് ദിവസം കൊണ്ട് അയ്യോ കത്തി കത്തി കത്തി. അയ്യോ കത്തി കത്തി. കത്തിയല്ലടോ, കാശ. കോട്ടയത്തെ പീലി സാറ് തനിക്ക് തരാൻ തന്നയച്ച കാശ എന്റെ കൈ തന്നു വിട്ടതാ. ഇതാ വാങ്ങിച്ചോ. ഓ, ഇനി സ്വസ്ഥമായിട്ട് തിരിച്ചു പോവാല്ലോ. ഒരാഴ്ചയായി വന്നിട്ട്. സാറേ താങ്ക്സ്. ഇത് കയ്യിലിരിക്കട്ടെ. ഞാൻ പോകുന്നേ താൻ വിഷമിക്കണ്ടാടോ. ബോംബെ പോയി കോരാ സാറിനെ ഒന്ന് കാണണം. ഒന്നുകിൽ നാട്ടുകാരുടെ കാശ് തിരികെ കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു ജോലി. രണ്ടിലേതെങ്കിലും ഒന്ന് ശരിയാക്കാതെ ഞാൻ അയാളെ വിടില്ല. തന്നെ കൂടി കൊണ്ടുപോയിരുന്നു.
തനിക്കിപ്പോ ഒരു ജോലിയായി, ബന്ധുക്കളായി, ഇനി കുടുംബമാവും, കുട്ടികളാവും. പിന്നെ തന്റെ കളിയും ചിരിയും തമാശയൊക്കെ അവരോടാവും, അവരോടായിരിക്കണം. ഇനി എപ്പോഴെങ്കിലും ഈ വെങ്കടയെ കണ്ട ഒരു നോട്ടം, ഒരു ചിരി മതി. വരട്ടെ. പത്മനാഭപുരം പാലസ് ഞാനവിടെ ഫാന്റാസ്റ്റിക് പ്ലേസ്. ഈ സൺഡേ നമുക്ക് അവിടെ പോവാം. സൺഡേ ഹോളിഡേ അല്ലേ? അമ്മു എങ്ങനെ വരും? അത് ഞാൻ മാനേജ് ചെയ്തോളാം. എങ്ങനെ? വെരി ഈസി. അനശ്വര പ്രേമത്തിന് വേണ്ടി ഒരിടത്തരം കള്ളം വീട്ടുകാരോട് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട്. വേണ്ട, മലയാളത്തിൽ മതി. എന്നാ ഇംഗ്ലീഷിലാവാം. ബുഷറിന്റെ നൈറ്റ്സൺ വായിച്ചിട്ടുണ്ടോ? രാത്രി സൂര്യ വായിക്കുക എന്നൊരു ദുശീലം എനിക്കില്ല. ഒരു പുതിയ ഇരയെ കൂടി നിനക്ക് കിട്ടി അല്ലടാ ഹരി. ഞാൻ ഹലോ. യെസ്, ഞാൻ മനുവാണ്. എന്താ മനു? എനിക്ക് അമ്മൂനെ ഒന്ന് കാണണം. എവിടുന്നാ വിളിക്കുന്നേ? വീട്ടിൽ നിന്ന്. ഞാൻ വരാം. എന്താ ഇത്? എന്തുണ്ടായേ? ഒന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ വണ്ടി ഓവർ സ്പീഡിൽ ഓടിക്കരുതെന്ന്? അതല്ല, ആണ്, എനിക്കറിയാം. ആവശ്യമില്ലാതെ അതും ഇതുമൊക്കെ ചിന്തിച്ച് എന്റെ പ്രശ്നങ്ങൾ മുഴുവനും അമ്മൂനറിയില്ല. വേണ്ട. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രോബ്ലംസ് ഒന്നും മനുവിനില്ല. അമ്മൂനോട് എനിക്ക് നോക്കൂ മനു, എന്തിന് സെൽഫ് എക്സൈൽഡ് ആവുന്നത്? എന്റെ പഴയ അനുഭവങ്ങൾ മറക്കണം. പാസ്റ്റ് ഈസ് പാസ്റ്റ്. എനിക്ക് ആരുമില്ല. ഐ എം അലോൺ. ഒരു
എന്താടോ? എന്നാലും ഇങ്ങനൊരു പട്ടിയുണ്ടോ? എന്റെ കാര്യമാണോ? അല്ല, പട്ടിയുടെ കാര്യ. ഒരു മനുഷ്യത്വം ഇല്ലാത്ത വർഗം. പട്ടിക്ക് മനുഷ്യത്വം ഉണ്ടായ എന്റെ മഹത്വം പോയില്ലടോ. ആ, എന്താണാവോ സന്ദർശന ഉദ്ദേശം? ഇനി എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. താൻ കാര്യം പറ. ഇന്നലെ ജോയിൻ ചെയ്യണ്ടായിരുന്നു, അവൻ പോയില്ല. ഹരിദാസിന്റെ കാര്യമായി പറയുന്നേ. ഇനി എന്റെ മേക്കിട്ട് കയറരുത്, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മന്ത്രി നേരിട്ട് ആർഡർ കൊടുത്ത് എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിച്ച് ഇനി അവനെ ജോലിയും കീലിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞയക്കരുത്. എന്തു പറ്റി? ആകെ ഡള്ളായിരിക്കുന്നല്ലോ. എന്തേ ജോയിൻ ചെയ്തില്ല? ചോദിച്ചത് കേട്ടില്ലേ? ജോയിൻ ചെയ്തില്ല എന്നറിഞ്ഞ് അച്ഛൻ ആകെ ദേഷ്യത്തിലാണ്. ഇങ്ങോട്ട് വരാൻ ഒരുങ്ങിയതാ. ഞാൻ ചെന്ന് കാര്യം തിരക്കാമെന്ന് പറഞ്ഞാ ഒതുക്കിയത്. ഹരി എന്താ ഒന്നും മിണ്ടാത്തെ? അമ്മൂന് മനുവിന് എങ്ങനെ അറിയാം? എന്തേ അങ്ങനെ ചോദിക്കാൻ? ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ? ഗുഡ് ഫ്രണ്ട്സ്, അത്ര തന്നെ. അല്ലാതൊന്നുമല്ല. ഹരിക്ക് മനുവിനെ അറിയോ? അമ്മു പറഞ്ഞില്ലേ നിങ്ങൾ ഗുഡ് ഫ്രണ്ട്സ് ആണെന്ന്? വർഷങ്ങൾക്ക് മുമ്പ് ഒരേ കോളേജിൽ ഒരുമിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളെന്ന് എല്ലാവരും അസൂയോടെ കണ്ടത് ഞങ്ങളെയായിരുന്നു.
ഏത് പെൺകുട്ടിയെ കണ്ടാലും സ്വന്തമാക്കണമെന്ന് പലപ്പോഴും ഞാൻ അവനെ ഉപദേശിച്ചിട്ടുണ്ട്. എന്റെ സ്വന്തം പെങ്ങളോട് തന്നെ അവനങ്ങനെ ഒരു നീക്കം നടത്തിയെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ആദ്യമൊന്നും അവൾ എന്നോട് പറഞ്ഞില്ല. അത് കാരണം ഞങ്ങളുടെ ബന്ധം തകരരുതല്ലോ എന്നവളെ കരുതി കാണും. പിന്നീട് ഞാനത് അറിഞ്ഞപ്പോ എനിക്ക് അവനെ വാൺ ചെയ്യേണ്ടി വന്നു. നീ എന്താ ഹരി പറയുന്നത്? ഞാൻ എന്ത് ചെയ്തു? കൂടുതലൊന്നും പറയണമെന്നില്ല, നിന്നെ എനിക്ക് അറിയാവുന്നല്ലേ. ദൈവം ഇത് രേവതി ഉദ്ധരിക്കുന്നത്. എടാ, എനിക്ക് തൊട്ട് മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാ വ്യക്തമായിട്ട് പറ. നിന്റെ കുറെ അലവലാതി ഗേൾ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ എന്റെ പെങ്ങളെ പെടുത്തണ്ട. നടന്നത് നടന്നു ഹരി, ഞാൻ മേലാൽ ഇത് ആവർത്തിക്കരുത്. രാത്രി ഹോസ്റ്റൽ മുറിയിൽ ഒറ്റയ്ക്കിരുന്നപ്പോ എനിക്ക് കുറ്റബോധം തോന്നി. ഞാൻ അവനോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അവനോട് ക്ഷമയോദിക്കണം. നീ എന്തിനാ ചൂടാകുന്നത്? അവൻ നിന്നെ എന്ത് ചെയ്യുന്ന? അവൻ എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ശരി, രേവതിയെ ഞാൻ വെറുതെ വിടില്ല. താൻ കളയാതെ ഇനി അതൊരു പ്രശ്നമാക്കണ്ട. ഇല്ല, നാളെ എനിക്ക് അവളെ ശരിക്കൊന്ന് കാണണം. മനു, ഞാൻ പറയുന്നത് കേക്ക്. ഹരി അപ്പോഴത്തെ വിഷമം കൊണ്ടെന്ന് പറഞ്ഞാൽ ബാസ്റ്റേഡ്. അവൻ എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവമാനിച്ചു, ഭീഷണിപ്പെടുത്തി. മനു ആരാണെന്ന് അവൻ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അവന്റെ പെങ്ങളാര്? ശീലാവതിയ. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇത്ര നീചമായൊരു പ്രതികാരം എന്റെ പെങ്ങളോട് അവൻ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല.